ഷിബു ആൻസിസിൻ്റെ കടയുമായി ഇടിച്ചുകൊണ്ടാണ് അന്നത്തെ ആ മേലെ റോഡിൻ്റെ വർക്ക് തുടങ്ങുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ മർത്തോമ സ്കൂളിൻ്റെ മുകളിൽ കുരിശ്ശടി മുതൽ അങ്ങ് ഷിബുവിൻ്റെ ആ MC റോഡ് ഇറങ്ങുന്നത് വരെയുള്ള റോഡിന് 15 മീറ്ററിൽ കൂടുതൽ വീതി ഉണ്ടാക്കിയുണ്ടായി. എന്നാൽ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ മിനർവ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അത് നോക്കിയാൽ അറിയാം, അവിടെ ഒരു 5 മീറ്റർ കൂടുതൽ വീതി, അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 മീറ്റർ കൂടുതൽ വീതി അങ്ങോട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഈ അന്നത്തെ LDFൻ്റെ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. കുരിശ്ശടി മുതൽ വലത്തോട്ട് നല്ല വീതിയും, കുരിശ്ശടി മുതൽ പടിഞ്ഞാറോട്ട് പോകുന്ന വഴികൾ ഒട്ടും വീതിയില്ലാത്ത വഴിയാണ്. മിനർവയുടെ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒരു വണ്ടി കഷ്ടിച്ച് പോകുന്നതേ ഉള്ളൂ. ഇതുവഴിയാണ് SR രമേശിന്റെ വീടിന്റെ അവിടെ പോകുന്നതും. അവിടെയും ശക്തമായ എൻക്രോച്ച്മെന്റ് ഉണ്ട്. അവിടുത്തെ റോഡിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഐഷാപൂറ്റിയുടെ മതിൽ ഇടിക്കണം എന്ന് പറയുന്ന ആളുകൾ SR മിനർവ മുതൽ അങ്ങോട്ട് പടിഞ്ഞാറോട്ട് പോയ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള മതിലുകൾ ആദ്യം ഇടിക്കണം. അവിടെ ഇടിച്ചാൽ മാത്രമേ ഈ റോഡിൻ്റെ വികസനം പൂർത്തിയാകത്തുള്ളൂ. അല്ലാതെ ഐഷാപൂറ്റിയുടെ വീടിൻ്റെ ഒരു 10 മീറ്റർ മതിലിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഇവരുദ്ദേശിക്കുന്നത്? SR രമേശിനോട് താല്പര്യമുള്ള ധാരാളം ഒന്നും വേണ്ട, SR രമേശിൻ്റെ വീടിൻ്റെ മുമ്പിലെ കെട്ടിടം നോക്കിയാൽ മതി. ആ റോഡിൻ്റെ അരികിൽ ഇപ്പോഴാണ്ട് ഒരു പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അത് റോഡിൻ്റെ അരികിലിരിക്കുക. അവിടെ SR രമേശ് ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് ആ കെട്ടിടം പണി നടക്കുന്നത്. യാതൊരു നിയമവും അവിടെ ബാധകമല്ല. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അതുപോലെ അന്നത്തെ കാലത്ത് SR രമേശ് കൊടുത്തിരിക്കുന്ന ആ വഴികളിലെ ഇറക്കി വെച്ചിരിക്കുന്ന മതിലുകളും കടകളും എല്ലാം ആദ്യം പരിശോധിക്കണം. അന്നത്തെ മെമ്പറായിരുന്ന കോശി സാറിനോടൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, SR രമേശിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പ്രൊജക്ഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ എൻക്രോച്ച്മെൻ്റ് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഐഷാപൂറ്റിയുടെ വീടിൻ്റെ അടുത്തും റോഡ് എൻക്രോച്ച്മെൻ്റ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഐഷാപൂറ്റിയുടെ വീടിൻ്റെ കാർപോർച്ചിന് മുകളിൽ ബിൽഡിംഗ് നമ്പർ പതിപ്പിച്ച് ഒരു ബിൽഡിംഗ് പണിയാനുള്ള പെർമിഷൻ എങ്ങനെ കിട്ടി? ആ പെർമിഷൻ കിട്ടിയ സമയത്ത് അവിടുത്തെ പ്രതിപക്ഷം സജീവമായി ഇത് ചോദ്യം ചെയ്യാൻ പ്രാപ്തരല്ലായിരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബിൽഡിംഗ് ഐഷാപൂറ്റിയുടെ കെട്ടിടത്തിൻ്റെ മുകളിൽ താൽക്കാലികമായിട്ടൊരു കെട്ടിടം വന്നപ്പോൾ നമ്മൾ ശക്തമായിട്ട് അവിടെ പ്രതികരിച്ചിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നു ആ കെട്ടിടത്തിന് നമ്പർ കൊടുത്തെന്നൊക്കെ? അതെ, അതന്ന് നമ്പർ കൊടുത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും അന്ന് അതുമാത്രമല്ല, അവിടെ ധാരാളം കെട്ടിടങ്ങൾ അനധികൃതമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം ശക്തമായിട്ട് പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചിലർ ഹൈക്കോടതിയിലും പോയിട്ടുണ്ടായിരുന്നു. ഇടതുപക്ഷം കൊട്ടാരക്കര ഭരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കെട്ടിടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഷിബു ഏജൻസീസ് പൊളിക്കാൻ വേണ്ടി കൂട്ടുന്നത്? ഷിബു ഏജൻസീസിൻ്റെ ഇടവഴിയിൽ അത് ചെറിയൊരു വഴിയായിരുന്നു. അത് നഗരസഭയുടെ തീരുമാനം അനുസരിച്ചാണ് ആ വഴി വെട്ടാനായിട്ട് തീരുമാനിച്ചത്. നഗരസഭയുടെ തീരുമാനമാണ്. വെട്ടിയിട്ട് വഴി വീതി കൂട്ടുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളായിരുന്നു. അത് പൂർണ്ണമായ ഉത്തരവാദിത്വം നഗരസഭയ്ക്ക് തന്നെ ആയിരുന്നു.